പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഒരു 2 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി പന്താരങ്ങാടി പ്രദേശത്ത് നമ്മളെല്ലാവരുടെയും ഒരു സുഹൃത്താണ്. അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് കുടുംബത്തെ പോറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വീടും പറമ്പും സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിൽ ബാങ്കിൽ പണയപ്പെടുത്തിയത് വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന് ആ വീടും പറമ്പും എല്ലാം ജപ്തി നടപടിയിലേക്ക് പോയി. അതുപോലെ തന്നെ കുടുംബം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥിതിവിശേഷം നമ്മളെല്ലാവരും അറിഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ നവമാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കാണുന്നതാണ് ഒരു ക്രൗഡ് ഫണ്ടിങ്. ഏതായാലും ഒരു 500 രൂപക്ക് നമ്മുടെ ഒരു ടിക്കറ്റ് ഒരു ടോക്കൺ ഏർപ്പെടുത്തിയിട്ട് 1ാം സമ്മാനം 6 സെൻറ്റ് സ്ഥലം, അതും നമ്മളെ സുഹൃത്തുക്കളാണ് അത് താൽക്കാലികമായിട്ട് സ്പോൺസർ സംവിധാനം ചെയ്തത്. 1ാം സമ്മാനമായിട്ട് അതും ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ്, പരിസരത്ത് തന്നെയാണ്, പാറപ്പുറത്ത്. അതുപോലെ തന്നെ 2ാം സമ്മാനം അത് ഒരു ഇന്നോവയാണ്, 2014 ഇന്നോവ. അങ്ങനെല്ലാം സമ്മാനങ്ങൾ, നല്ലൊരു സമ്മാനങ്ങൾ നമുക്ക് ഓഫറായിട്ട് വന്ന് ആ ഓഫറുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ മനാഫ് സാഹിബ് ഇവിടെ വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ജീവകാരുണ്യ മേഖലയിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നല്ല, വിശിഷ്യ കേരളത്തിന് പോലും നമുക്ക് അഭിമാനമായ ഡോക്ടർ കബീർ സാഹിബ് ബി ടീം കൂട്ടായ്മയുടെ, അതുപോലെ തന്നെ പരപ്പനാട് എമർജൻസി ടീമിൻ്റെ ചെയർമാനാണ്. കബീർ സാഹിബും ഈ ഒരു വിഷയം നമ്മൾ ഒരുപാടായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ഒരു വീഡിയോയിൽ വരും എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കബീർ ഖാൻ നിങ്ങൾക്കും അറിയുന്നതാണ്. ഒരു ഔപചാരികക്ക് വേണ്ടി അദ്ദേഹത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ വിഷയം അറിയാം. കാരണം ഒരുപാട് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ചാരിറ്റി പ്രവർത്തകരാണ് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ. പക്ഷേങ്കിലും കൂടിയിട്ട് ഈ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകയാണ്. കാരണം ഒരു അമ്മയും മകനും റോഡിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ട് അവിടുത്തെ നിങ്ങളെപ്പോലത്തുള്ള പ്രവർത്തകർ ഇറങ്ങി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാതി വഴിയിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് മാക്സിമം നമ്മുടെ ബി ടീം സൗഹൃദ കൂട്ടായ്മ, അതുപോലെ തന്നെ പരപ്പനാട് എമർജൻസി ടീം, ഞങ്ങളൊരു 60ഓളം കൂട്ടായ്മകളുണ്ട് പരപ്പനാട് മുനിസിപ്പാലിറ്റിയിൽ. അവരൊക്കെ ഈ വോയിസുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഡേഴ്സ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ നറുക്കെടുപ്പ് പറഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് മിസ്യൂസിങ് നടക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ആ നറുക്കെടുക്കുന്ന സമയത്ത് നമ്മളുടെ ആ കൂട്ടത്തിൽ നിന്ന് 2-3 കുട്ടികളെ സെലക്ട് ചെയ്യുക, അങ്ങനെ എടുത്തിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു നറുക്കെടുപ്പ് ആകുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും ചെയ്യും. നമുക്കത് സക്സസ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇനിയൊരു കാര്യം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളെപ്പോലത്തെ ചാരിറ്റി പ്രവർത്തകർക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സത്യസന്ധതയിൽ പാലിച്ചേ മതിയാവും. നിങ്ങളെല്ലാവരും സത്യസന്ധരാണ്, ഞാനിതൊന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. കാരണം വാർത്താമാധ്യമങ്ങളിൽ കണ്ട ഒരു കാര്യം നമ്മളോടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മുടെ പരപ്പനാട് എമർജൻസി ടീമിൻ്റെ, നമ്മളെ കൂട്ടായ്മയുടെയൊക്കെ എല്ലാ സപ്പോർട്ടും സഹകരണവും ഈ ഒരു അമ്മക്കും മകനും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുന്നതാണ് ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് നമ്മുടെ ടീമിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ലീഡേഴ്സ് 60ഓളം കൂട്ടായ്മയുടെ ലീഡേഴ്സ് ഉണ്ട്. സമീപിക്കുമ്പോൾ നിങ്ങൾ നല്ല സമീപനത്തോട് കൂടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹകരണം ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതും പറയാനുള്ളതും. പ്രിയമുള്ളവരെ, 28-ാം തീയതിയാണ്. 28-ാം തീയതി 4 മണിക്ക് ചമ്മാട് ഗോൾഡൻ ജിമ്മിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് നമ്മുടെ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ നേരത്തെ കബീർ സാഹിബ് പറഞ്ഞ പോലെ വളരെ തെറ്റിദ്ധാരണകൾ പരത്തിയ ഒരു സമയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ നമുക്ക് മറികടക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു വലിയൊരു ദൗത്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ആ പരിസരത്തുള്ള ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങളായിരിക്കും ആ ടോക്കൺ എടുക്കുക, ആ നറുക്കെടുക്കുക. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിൽ സമൂഹത്തിൻ്റെ സ്വീകാര്യത ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കണം നമുക്ക് നറുക്കെടുക്കേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കേണ്ടതും. വളരെ കുറച്ച്, ഏകദേശം 9,000-ൻ്റെ അടുത്ത ടോക്കൺ നമ്മൾ അടിച്ചിട്ടുള്ളൂ അല്ലേ. വളരെ ചെറിയ ടോക്കണുകളെ അടിച്ചിട്ടുള്ളൂ. കാരണം ഇതിലൊരു വ്യാപാര താല്പര്യം ഇല്ല, ഒരു കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. 28-ാം തീയതി ഞായറാഴ്ച 4 മണിക്കാണ് നമ്മുടെ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ മാസം, ഈ സെപ്റ്റംബർ ഈ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയോ ഒരു സംശയമൊന്നും വരണ്ട. ടിക്കറ്റ് ആവശ്യമുള്ളവർ ഈ കാണിക്കുന്ന നമ്പറുകളിൽ, നമ്മുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങളത് വിജയിപ്പിക്കണം എന്നുള്ള ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്.